ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരർക്ക് ദേഹാസ്വാസ്ഥ്യം. ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വീണ, പറയൂ. രാവിലെയോട് കൂടിയാണ് തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന ജയിൽ അധികൃതരോട് പറയുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക പരിശോധന നടത്തി. പരിശോധനയിൽ തലകറക്കമുള്ളതായി ഡോക്ടറോട് പറഞ്ഞു. BP-യിൽ ചില വേരിയേഷനുകൾ കണ്ടതിനെ തുടർന്ന് ECG എടുക്കും. ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള അത്തരത്തിലുള്ളൊരു രക്തപരിശോധന നടത്തി. ആ രക്തപരിശോധനയിൽ വ്യതിയാനമുള്ളതിനാൽ, ആ റിപ്പോർട്ടിൽ വ്യതിയാനമുള്ളതിനാൽ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പ്രാഥമിക പരിശോധന പൂർത്തിയാവുകയും താൻ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് മരുന്ന് കഴിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറോട് പറയുകയും ചെയ്തു. തുടർന്നാണ് 3/4 മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തെ ഇവിടെ ഒബ്സർവേഷനിൽ എന്നാണ് നമുക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അതിനുശേഷമാണ് വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ KT സംഘം ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുന്നു, തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയിരുന്നു. ആ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ എത്തിച്ചത്. കോടതിയിൽ എത്തിച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയനായിരുന്നു. ഒപ്പം തന്നെ കൊല്ലത്തേക്കുള്ള യാത്രയും തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള യാത്രയും ശാരീരികപരമായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ നൽകി. ഒപ്പം തന്നെ രാത്രി ഏറെ വൈകിയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് ജയിലിലേക്ക്, അദ്ദേഹത്തെ സബ് ജയിലിലേക്ക് എത്തിച്ചത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഡോക്ടർ വിശദ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്നുള്ള കാര്യം ജയിൽ അധികൃതരെ അറിയിക്കുന്നു. തുടർന്നാണ് ഇങ്ങോട്ടേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും ഇവിടെ വെച്ച് പരിശോധന നടത്തുകയും ചെയ്തത്. പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഏകദേശം 45 മിനിറ്റോളം അദ്ദേഹം ഇവിടെ നിരീക്ഷണത്തിലായിരുന്നു. ECG എടുത്തു. ഒപ്പം തന്നെ BP പരിശോധിച്ചു. BP-യിൽ വേരിയേഷനുകൾ ഉണ്ടായിരുന്നില്ല, വ്യതിയാനങ്ങൾ കണ്ടതിനാൽ തന്നെയാണ് ECG എടുത്തത്. ECG-യിലും ഇത്തരത്തിലുള്ള വ്യതിയാനം കണ്ടു. തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള രക്തപരിശോധന, ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയത്. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ, ആ പരിശോധനാ ഫലത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് ഹൃദയം സംബന്ധിച്ചുള്ള ഹൃദ്രോഗം സംബന്ധിച്ച ആണോ, ഈ ഒരു ബുദ്ധിമുട്ടുകളാണോ ഇപ്പോൾ ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഡോക്ടറുടെ നിരീക്ഷണത്തിൽ വൈദ്യ പരിശോധനയിൽ മനസ്സിലായെന്നുള്ള കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റേതെങ്കിലും രോഗങ്ങളുടെ തുടക്കമാണോ എന്നുകൂടി തിരിച്ചറിയുന്നതിനായിട്ടാണ് കൂടുതൽ വിദഗ്ധമായ ചികിത്സയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. രോഹിണി. ശരി, MS വീണയാണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചില പരിശോധനകൾ നടത്തിയതിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ അനിവാര്യമാണ് എന്ന് തോന്നി. ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ.